അതിൽ ഡൽഹിയും ഹരിയാനയും പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലം ഘട്ടം കൂടിയാണ് 6ാം ഘട്ടം. അപ്പോൾ ആദ്യം നമുക്ക് ഡൽഹി എടുക്കാം അല്ലേ? ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്നത് വളരെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് 7 സീറ്റാണ് ഡൽഹിയെ സംബന്ധിച്ചുള്ളത്. 7 സീറ്റും ബി.ജെ.പിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പിടിച്ചെടുക്കാനാണ്. അതെ, കഴിഞ്ഞ 2014 ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി കഴിഞ്ഞ 3 തവണയായി 7 സീറ്റ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്നു ഡൽഹി ഉണ്ടായിരുന്നത്. ആ ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന്റെ സർക്കാർ മാറുന്നു. 2013 ഇലക്ഷനിൽ വരുന്നു. കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഒന്നാമത്തെ പാർട്ടിയാവുന്നു, രണ്ടാമത്തെ പാർട്ടി ബി.ജെ.പി ആവുന്നു. കോൺഗ്രസിന്റെ 10 പേര് വരുന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്നു. ആ സർക്കാർ തകർന്നു വീഴുന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ തെരഞ്ഞെടുക്കുന്ന അരവിന്ദ് കെജ്രിവാൾ 70 സീറ്റുകളിൽ 67 സീറ്റുകൾ നേടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അവിടെ അധികാരത്തിലേറുന്നു. 67 സീറ്റ് നമ്മൾ 54.3% വോട്ട് നേടിയാൽ പകുതിക്ക് മേൽ വോട്ട് നേടിക്കൊണ്ടാണ്. പകുതിക്ക് മേൽ 54 എന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണം കിട്ടുന്ന ഏറ്റവും ആധികാരികമായ വിജയമാണ്. ആ തരത്തിലേക്കാണ്. അന്ന് ബി.ജെ.പിക്ക് 32%, കോൺഗ്രസിന് 9.7%. 2020 5 വർഷത്തെ ഭരണത്തിന് ശേഷം വരുമ്പോഴും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സർക്കാർ വന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി വരുന്ന സർക്കാരുകളെല്ലാം ഒരു തവണ കഴിയുമ്പോൾ വലിയ തിരിച്ചടി അവർക്ക് നേരിടാൻ. സാധാരണഗതിയിൽ കേജ്രിവാൾ ഇപ്പം ഗ്യാരണ്ടി നൽകിയതുപോലെ എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ സ്കൂളുകളെല്ലാം ഉന്നത നിലവാരത്തിലേക്ക്, സ്വകാര്യ സ്കൂളുകളെക്കാൾ നിലവാരത്തിലേക്ക് സർക്കാർ സ്കൂളുകൾ ഉയർത്തുകയും അവിടുത്തെ ആശുപത്രികളിൽ സൗകര്യം ഉയർന്ന തുക കൊടുത്താൽ മാത്രം ആശുപത്രി ചികിത്സ ലഭ്യമായിരുന്ന ഒരു നാട്ടിലേക്ക് അവിടുത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ സാധാരണക്കാർക്കും മികച്ച ചികിത്സ ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് 2020 തെരഞ്ഞെടുപ്പ് വരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരെ അതിശക്തമായ രീതിയിലേക്കുള്ള ആക്രമണങ്ങളൊക്കെ വരുമ്പോഴും 2020 തെരഞ്ഞെടുപ്പിലും കെജ്രിവാൾ ജയിക്കുന്നത് 53.57. 1% വോട്ടിന്റെ കുറവ് പോലും 2015 നിന്ന് 2020 എത്തുമ്പോൾ കെജ്രിവാളിന് ഉണ്ടാവുന്നില്ല. അതിനർത്ഥം എങ്ങനെയൊക്കെയാണോ കെജ്രിവാളിനുണ്ടായിരുന്ന ജനപ്രീതി, നിയമസഭ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലുണ്ടായിരുന്ന ജനപ്രീതി കെജ്രിവാളിന് നിലനിർത്താൻ കഴിയുന്നുണ്ട്. സീറ്റ് എണ്ണത്തിൽ പക്ഷേ ചെറിയ വ്യത്യാസം വരുന്നു. അപ്പോഴും 62.8 എന്നത് മാത്രമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ലോക്സഭയിലേക്ക് നോക്കുമ്പോൾ ഒരു സീറ്റ് പോലും ഇതുവരെ ലഭിക്കാത്ത സാഹചര്യം. ലോക്സഭയിലേക്ക് നോക്കുമ്പോൾ വിഷയം ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭയിൽ ആം ആദ്മി പാർട്ടി പ്രതിനിധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പഞ്ചാബിൽ നിന്നാണ്. ഡൽഹി പോലൊരു സ്ഥലത്ത്, കെജ്രിവാളിന്റെ സ്വന്തം സ്ഥലത്ത് നിന്ന് ആം ആദ്മി പാർട്ടിക്ക് ഒരിക്കൽ പോലും ഒരു ലോക്സഭാ കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ കിരൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2009 57% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ പതനമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. 2014 ആകുമ്പോൾ തുച്ഛമായ വോട്ട് ഷെയറിലേക്ക് കോൺഗ്രസ് പോകുന്നു. പിന്നീട് ഒരു സീറ്റും ജയിക്കാൻ പറ്റാത്ത തരത്തിൽ നിലംപരിശായി പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ 2009 നിന്ന് 2024 എത്തുമ്പോൾ കോൺഗ്രസിന് എന്താണ് അവിടെ സംഭവിച്ചത്? പലതരത്തിലുള്ള അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിനെ തൂത്തെറിയുന്നതിൽ വളരെ നിർണായകമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പക്ഷേ കേജ്രിവാളിനൊപ്പം ചേർന്ന ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് കോൺഗ്രസ് എന്ന് അവർ സ്വയം വിശ്വസിക്കുന്നു. അതിൽ എത്രമാത്രം അത് ഫലത്തിൽ റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? രേണുക, ഒരു പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തുടർച്ചയായി 15 വർഷം അവിടെ ഭരിച്ചാണ്. ഷീലാ ദീക്ഷിത് ഭരിച്ച സ്ഥലമാണ്. 3 തവണ ഷീലാ ദീക്ഷിത് വലിയ വിജയം നേടിക്കൊണ്ട് ഡൽഹിയിൽ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് ബി.ജെ.പിക്ക് ഭരണമുണ്ടായത്. ബി.ജെ.പി ഭരണമുണ്ടായ സമയത്ത് ആദ്യം മദൻലാൽ ഖുറാന വരുന്നു, പിന്നെ സാഹിബ് സിംഗ് വർമ്മ വരുന്നു. സാഹിബ് സിംഗ് വർമ്മ വന്നിട്ട് ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വനിതാ മുഖമായ സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കുന്നത്. അന്നാണ് ഈ ഉള്ളി വിലയിലൊക്കെ വലിയ വിലക്കയറ്റമുണ്ടായി. അങ്ങനെ സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു ബി.ജെ.പി സർക്കാർ താഴെ വീഴുകയും അവിടെ കോൺഗ്രസ് വലിയ വിജയം നേടുകയും ഒക്കെ ചെയ്യുന്നു. ആ കാലത്തെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഡൽഹിയിൽ ഒരു വലിയ ആധിപത്യം ഉണ്ടായിരുന്നു. ഡൽഹിയുടെ ഒരു പൊതു സ്വഭാവം, ഡൽഹി എപ്പോഴും ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുക എന്നൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെ കാലത്തെല്ലാം, UPA സർക്കാർ 1ഉം 2ഉം UPA സർക്കാരിന്റെ കാലത്തെല്ലാം തന്നെ അതിശക്തമായ രീതിയിലേക്ക് ഡൽഹിയിൽ കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും അഴിമതി ആരോപണങ്ങളും ഒക്കെ ശക്തമായ അഴിമതി ആരോപണങ്ങൾ വന്നു. ഷീലാ ദീക്ഷിത്തിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടായി. അവിടെ പ്രത്യേകിച്ച് ഡൽഹിയിലെ ഓടുന്ന ബസ്സിൽ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇഷ്യൂയിലൊക്കെ വന്നപ്പോൾ ഷീലാ ദീക്ഷിത്തിന്റെ ചില പ്രതികരണങ്ങളൊക്കെ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ തരത്തിലേക്ക് അതിനെതിരായ വികാരം വന്നു. ഡൽഹിയിൽ ഇങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ, ഞങ്ങൾ അന്ന് ഡൽഹിയിൽ ഞാൻ ഉണ്ടായ സമയം എനിക്ക് രാഷ്ട്രീയ ഭേദമന്യേ സാധാരണ ഡൽഹിയിൽ അങ്ങനെ ഒരു സമരത്തിന് ഈ പണം കൊടുത്തു കൊണ്ടുവരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ സ്വമേധയായി വരുന്ന ആളുകളൊക്കെ കുറവായിരുന്നു. പക്ഷേ അവിടെ സ്വമേധയ അതുവരെ ഒരു രാഷ്ട്രീയ സമരത്തിന് ഇറങ്ങിയിട്ടില്ലാത്ത ആളുകളൊക്കെ വരുന്നു. അവർ ഇന്ത്യയുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീതിയായ ഈ രാജ്പഥിൽ വന്നുകൊണ്ട്, രാജ്പഥ് ഇന്ത്യയുടെ 1ാം നമ്പർ വീതിയായിരുന്നു അന്ന്, രാജ്പഥ് എന്നായിരുന്നു പേര്. അന്ന് രാജ്പഥിൽ വന്നുകൊണ്ട് രാഷ്ട്രപതി ഭവന് മുന്നിൽ വന്ന് ഈ നടുവരിൽ ഉയർത്തി രാഷ്ട്രപതി ഭവന് നേരെ
കാണിക്കുന്ന ചിത്രമൊക്കെ വരുന്നു. ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഈ സമരത്തിലേക്ക് വരുന്നു. അന്നാണ് ഈ സമരത്തിൻ്റെ മുൻപന്തിയിലൊക്കെ യഥാർത്ഥത്തിൽ ഈ ലെഫ്റ്റ് നേതാക്കളൊക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി ആ സമരത്തിലേക്ക് വരാത്തതിന് ആദ്യം പ്രതിഷേധം ഉണ്ടായിരുന്നു, പിന്നീടാണ് സമരത്തിനൊക്കെ പിന്തുണയുമായി വരുന്നത്. എന്തായാലും പക്ഷേ ആ സമരത്തിലേക്ക് വന്നപ്പോഴേക്കും BJPയുടെ ഒരു നേട്ടമാണ് അവിടെ പ്രധാനമായി. അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ ഒരു പിന്തുടർച്ച ഉണ്ടാവുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഒരു മുന്നേറ്റം, ജനകീയ മുന്നേറ്റം ഉണ്ടാവുന്നു. അവിടെ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് ചൂലുമായി വന്ന അരവിന്ദ് കെജ്രിവാൾ എന്നൊരു തോന്നലുണ്ടെന്ന്. അവിടുത്തെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ ശൈലി കിരൺ, നമ്മൾ ഡൽഹിയുടെ കാര്യത്തിൽ പരിശോധിച്ചാൽ കോൺഗ്രസ് ഇതര അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അവിടെ പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അത് വോട്ട് ഷെയറിന്റെ കാര്യത്തിലായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കാര്യത്തിലായാലും. മറിച്ചൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അവിടെ അവരെ തെരഞ്ഞെടുക്കുന്നു, ലോക്കൽ ഇലക്ഷനിൽ അവരെ തെരഞ്ഞെടുക്കുന്നു. അല്ലാണ്ട് നോക്കുമ്പോൾ ലോക്സഭയിലേക്ക് BJPയെ തെരഞ്ഞെടുക്കുന്നു എന്നതിലൂടെ വളരെ വ്യക്തമാണ് കോൺഗ്രസിനെതിരായ വികാരമാണ് ഡൽഹിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടോ? ഈ അരവിന്ദ് കെജ്രിവാളുമായി വലിയ പ്രശ്നങ്ങളില്ലാതെ സീറ്റ് ഷെയർ സാധ്യമായി എന്നത്, അല്ലെങ്കിൽ അതിൽ ഒരുമിച്ച് നിൽക്കാനായി എന്നത് അവരെ സംബന്ധിച്ചൊരു നേട്ടമാണ്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് ഫലമായി പ്രതിഫലിക്കുമോ? കാരണം ആം ആദ്മിക്ക് തന്നെയും ഒന്നും പ്രൂവ് ചെയ്യാനായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ. അത് രേണുക പറഞ്ഞ വളരെ കറക്റ്റായ ഒരു വിഷയമാണ്. അതിനകത്തൊരു വിഷയം, അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് ശക്തമായ മേൽക്കൈയുണ്ട്. 3 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് മേൽക്കൈ നേടുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹിക്കാർ ഒറ്റ നേതാവേ ഉള്ളൂ, അത് അരവിന്ദ് കെജ്രിവാളാണ്. കെജ്രിവാളിനെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് 100% വിശ്വാസമാണ്. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് കെജ്രിവാൾ അല്ല, അത് നരേന്ദ്രമോദിയാണ് എന്നതുകൊണ്ട് നരേന്ദ്രമോദിക്ക് 54%, അതാണ് ഈ നമ്മുടെ നിയമസഭയുടെയും രണ്ടിടത്തും. BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50%-ന് മേളിൽ വോട്ട് നേടിയാണ് 7 സീറ്റുകളും നേടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ 53.45% വോട്ട് നേടിയാണ് കെജ്രിവാൾ അവിടെ ഭരണത്തിലെങ്കിൽ അന്ന് BJPക്ക് വോട്ട് ചെയ്ത അതേ ആളുകൾ തന്നെയാണ് കെജ്രിവാളിനും വോട്ട് ചെയ്യുന്നത്. കെജ്രിവാളിന് വോട്ട് ചെയ്യുന്നവരും BJPക്ക് വോട്ട് ചെയ്യുന്നതിലും നല്ലൊരു ശതമാനം ആളുകൾ ഒരേ ആളുകൾ തന്നെയാണ് എന്നതാണ്. പക്ഷേ ഇത്തവണ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കെജ്രിവാളിന്റെ ഭരണത്തെ ഡൽഹിക്കാർ എത്രത്തോളം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് നൽകുന്ന തുടർച്ചയായ വിധിയിൽ നിന്ന് അല്ലെങ്കിൽ ജനവിധിയിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ആ കെജ്രിവാളിന്റെ ഭരണത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ആ ഭരണത്തിനെതിരെ ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഡൽഹി ഭരണത്തെ സ്വാഭാവികമായും അത് ഒരു വലിയ അളവ് വരെ ബാധിക്കുന്നുണ്ട്. കെജ്രിവാളിനെ പോലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ മുന്നേക്ക് വന്നൊരു നേതാവ്, അഴിമതി നടത്തില്ല എന്ന് ഉറച്ച വിശ്വാസം ജനങ്ങൾക്ക് ഉള്ള ഒരു നേതാവ്, നടത്തിയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് വിശ്വാസമുള്ള ഒരു നേതാവ്, എന്തായാലും താഴെ തട്ടിലെ വലിയ രീതിയിൽ അഴിമതി തുടച്ചു നീക്കുക. ഡൽഹിയെ പോലെ ഒരു സ്ഥലത്തൊക്കെ ഒരു ചെറിയ ഓഫീസിൽ ചെന്നാൽ പോലും കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് സർക്കാരിൻ്റെ കാലത്ത് നടക്കില്ലായിരുന്നുവെങ്കിൽ കെജ്രിവാൾ വന്ന ശേഷം അങ്ങനെയല്ല. ഡൽഹിയിലെ പല സർക്കാർ ഓഫീസുകളിലും സാധാരണക്കാരന് കടന്നു ചെല്ലാനും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനും കഴിയും. അഴിമതിക്ക് കൈക്കൂലി ചോദിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മടിയുണ്ടാവുന്നൊക്കെ ഒരു അവസ്ഥയുണ്ടായി. അത്തരത്തിലേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കി, അഴിമതിക്കെതിരെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കി അത് പ്രാവർത്തികമാക്കി കാണിച്ച കെജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജയിലിലടയ്ക്കുന്നു. കെജ്രിവാളിനെ ജയിലിലടച്ചാൽ കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവിനെ ജയിലിലടയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് കെജ്രിവാളിനെ ജയിലിലടച്ചത് കെജ്രിവാളിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കെജ്രിവാളിനെ മനഃപൂർവ്വം കേസിൽ പെടുത്തിയതാണ് എന്നൊരു തോന്നൽ സ്വാഭാവികമാണ്. അത് ഏത് അളവിൽ വരെ വർക്ക് ചെയ്യുന്നു, അതൊരു വലിയ അളവിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്പാക്ട്, ഇതിപ്പോൾ നമ്മൾ കെജ്രിവാൾ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ അതൊരു ഓൾ ഇന്ത്യ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് കരുതിയിരുന്നു ആദ്യ 2-3 ദിവസങ്ങൾ. പക്ഷേ സ്വാതി മലിവാൾ ഇഷ്യൂവിനോടുകൂടി ആം ആദ്മിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ എങ്കിൽ പോലും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ നേരിടുന്നു. ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാകുന്നില്ല, സംസ്ഥാന ഭരണം പോലും മര്യാദയ്ക്ക് കൊണ്ടുപോകാനാകുന്നില്ല, ഞങ്ങളുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് സംസ്ഥാന ഭരണത്തെ പോലും ബാധിക്കുന്ന വിഷയമാണ്. എങ്ങനെയാണോ കേന്ദ്ര സർക്കാരിന്റെ സമീപനം സംസ്ഥാന ഭരണത്തെ ബാധിക്കുന്നു എന്ന് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്, നിയമ പോരാട്ടത്തിന് പോകുന്ന അതേ വിഷയം തന്നെ നേരിടുന്നുണ്ട് ഡൽഹിയും. അപ്പോൾ അങ്ങനെയുള്ള വിഷയം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായും അതിന്റെ പ്രതിഫലനം ഉണ്ടാകേണ്ടത് ആം ആദ്മിക്ക് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്, അത് ഡൽഹിയിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അത്തരമൊരു സാഹചര്യം AAP പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പക്ഷേ സാധ്യമാകുമോ എന്നതാണല്ലോ സംശയം. പഞ്ചാബിൽ ഒരു പക്ഷേ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചാൽ പോലും ഡൽഹിയിൽ വിഷയം
കെജ്രിവാൾ ഇതുവരെ എന്തായിരുന്നു? ആദ്യം കെജ്രിവാൾ വരുന്നത് കെജ്രിവാൾ പോരാളി എന്ന നിലക്കാണ്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സിസ്റ്റത്തിലെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെതിരെ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടുന്ന ഒരു പോരാളി എന്ന ഇമേജ് ആയിരുന്നു. ഇപ്പോൾ വേട്ടയാടപ്പെടുന്നു. അതുകൊണ്ട് ആ പോരാളി എന്ന ഇമേജിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് എത്തുന്നു. ഭരണാധികാരി എന്ന നിലയിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിലൊക്കെ പറ്റുന്നത് ഈ വലിയ പോരാളികളൊക്കെ ഭരണാധികാരികളാകുമ്പോൾ അവർക്ക് ആ തരത്തിലേക്ക് വിജയിക്കാൻ കഴിയാറില്ല. കെജ്രിവാൾ അങ്ങനെയല്ല, ഭരണാധികാരി എന്ന നിലയ്ക്കും ആ തരത്തിലേക്ക് ഒരു വിജയം കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം, കെജ്രിവാളിന് വോട്ട് ചെയ്ത് കെജ്രിവാളിന്റെ ഒരു MP വന്നാലും അവർ ഇന്ത്യ ഭരിക്കുക ഇല്ല എന്നും അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യത വിദൂരമാണ് എന്നും കെജ്രിവാൾ കോൺഗ്രസുമായിട്ടോ മറ്റേതെങ്കിലും കക്ഷികളുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ അന്ന് ഇന്ത്യ മുന്നണിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളല്ല കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ ഇന്ത്യയുടെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ആവാനോ അല്ലെങ്കിൽ ഒരു സാധ്യത കാണുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഡൽഹിക്കാർ കൂടി നഗര വോട്ടർമാർ നിലയ്ക്ക് പ്രായോഗികമായി ചിന്തിക്കുകയും അതിന് കൂടുതൽ നല്ലത് മോദിയാണ്, കോൺഗ്രസിനേക്കാൾ നല്ല. അവിടെ കോൺഗ്രസ് ആണോ മോദിയാണോ എന്നുള്ളതാണ് ചോദ്യം. കെജ്രിവാളോ എന്നുള്ള ചോദ്യം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇന്ത്യ ഭരണത്തിലേക്കോ വരുന്നില്ല. അവിടെ അവർ തെരഞ്ഞെടുത്തത് മോദിയാണ്. പക്ഷേ ഇപ്പോൾ ഈ പോരാളിയായ അല്ലെങ്കിൽ മികച്ച ഭരണാധികാരിയായ ഒരാൾക്ക് രക്തസാക്ഷി പരിവേഷം കൂടി വരുന്നു. രക്തസാക്ഷി പരിവേഷം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു കുറഞ്ഞ കാലത്തേക്ക് വലിയ തരത്തിലേക്കുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ വലിയ തരത്തിലേക്കുള്ള ജനവികാരം അവർക്ക് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഏതെല്ലാം ഘട്ടത്തിലാണോ ഒരു നേതാവിനെതിരെ നിരന്തരമായ ആക്രമണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വലിയ നിസ്സാരമായ ഉദാഹരണം കൊടുക്കാം. നമുക്ക് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു നേതാവ്, VS എങ്ങനെയാണ് ഒരു പോരാളിയായിരുന്ന VSനെ എങ്ങനെയാണ് VS ഒരു നേതാവെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും VS നേരിടേണ്ടി വന്ന വലിയ പീഡനങ്ങൾ അല്ലെങ്കിൽ VS നേരിടേണ്ടി വന്ന VSനെ ബോധപൂർവ്വം തന്നെ മാധ്യമങ്ങൾ നൽകിയ ഒരു പരിലാളന കൂടിയുണ്ട്. മാധ്യമങ്ങൾ പരിലാളന നൽകിയത് മാധ്യമങ്ങളുടെ കാര്യത്തിൽ അത്തരം പരിലാളനകൾ ഉണ്ടോ എന്നത് കേരളത്തിലെ മാധ്യമങ്ങളെയും ദേശീയ മാധ്യമങ്ങളെയും ഒന്നും നമുക്ക് ഒരിക്കലും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 3ാം ഘട്ടത്തിന് ശേഷമാണ് നിലപാട് ചെറുതായിട്ടെങ്കിലും മാറ്റി തുടങ്ങിയത്. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ദേശീയ മാധ്യമങ്ങൾ നടത്തി തുടങ്ങിയത്. പക്ഷേ കിരൺ, ഇവിടെ മറ്റൊരു വിഷയം, നിർഭയ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളിലൂടെയാണ് കെജ്രിവാൾ അല്ലെങ്കിൽ അന്ന് നടന്ന സമര പ്രഖ്യാപനങ്ങളും അതിന്റെ എല്ലാം അറിയാമല്ലോ വിഷയങ്ങൾ. പക്ഷേ സ്വാതി മലിവാളിന്റെ വിഷയത്തിൽ കെജ്രിവാൾ എടുത്ത നിലപാടെല്ലാം പാടെ അബദ്ധമായി മാറിയിരിക്കുകയാണ്. അവർക്ക് തന്നെ തിരിച്ചടിയുണ്ടാക്കുന്ന വിഷയമാണ്. പറയാൻ കഴിയില്ല. കാരണം സ്വാതി മലിവാളിന്റെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു ചെറിയ സംശയമുണ്ട്. സ്വാതി മലിവാൾ കെജ്രിവാളിനെ പോലെ ഒരു നേതാവ് ജയിലിലാകുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അണികളും ആം ആദ്മി പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളും എല്ലാം ഒരേപോലെ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾ അതൊരു മറ്റൊരു വിഷയമല്ലേ. പക്ഷേ ആ സമയത്ത് അവർ സിസ്റ്ററിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി US-ലായിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ BJPയുടെ പ്ലാൻഡ് ഓപ്പറേഷൻ തന്നെയാണെന്ന് വെച്ചോ, പക്ഷേ ഒരു സ്ത്രീ തനിക്ക് അക്രമം നേരിടേണ്ടി വന്നു എന്ന് പരാതിപ്പെടുമ്പോൾ അതും അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഒന്നിൽ അതിലെന്ത് സംഭവിച്ചു എന്നത് കൃത്യമായി വിശദീകരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ആ വിഷയത്തെ നിയമപരമായി എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട ഒരു പ്രതികരണം കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആ തരത്തിലുള്ള പ്രതികരണം. പക്ഷേ കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലയോ നമുക്ക് തൽക്കാലം പറയാൻ കഴിയില്ല. കാരണം ഇതിനേക്കാളൊക്കെ പ്രധാനമായി ഡൽഹിക്കാർ കാണുന്ന വിഷയം, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ, അവരിപ്പോഴും അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുന്ന മുഖ്യമന്ത്രിയെ അഴിമതിയുടെ പേരിൽ ജയിൽ ഇട്ടത്, അതിനെതിരായ ഒരു വികാരം ശക്തമായിട്ടുണ്ടെങ്കിൽ, ഞാനതാ പറഞ്ഞു നേരത്തെ, പോരാളിയായ നല്ല ഭരണാധികാരിയായ ഒരാൾക്ക് രക്തസാക്ഷി പരിവേഷം കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് കൂടി 7-0 എന്ന് ആവർത്തിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇപ്പോൾ അടുത്ത തവണ മാറ്റം ഉണ്ടാകുമെന്ന് കിരൺ വിശ്വസിക്കുന്നു. മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ വിശ്വാസം ഉള്ളതല്ല വിഷയം, അതിനകത്ത് മാറ്റം ഉണ്ടാകാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ BJPക്ക് 50, കഴിഞ്ഞ തവണ വളരെ കൃത്യമായി പറഞ്ഞാൽ BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച ലോക്സഭയിലേക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് BJPയുടെ 53%. 53% വോട്ട് നേടിയാണ് BJP കഴിഞ്ഞ തവണ 56.9% വോട്ട് നേടിയാണ്. ആം ആദ്മി പാർട്ടിക്ക് 22%, കോൺഗ്രസിന് 18%. ഈ ആം ആദ്മി പാർട്ടി തന്നെയാണ് ഈ 18% നേടിയ 22% നേടിയ ആം ആദ്മി പാർട്ടി തന്നെയാണ് തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും അത് 54% കിട്ടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ ഇരട്ടിയിലധികം വോട്ട് നിയമസഭയിലേക്ക് നേടാൻ അവർക്ക് ശേഷിയുണ്ട്. അതിന്റെ അർത്ഥം ആ പാർട്ടിയുടെ വോട്ടല്ല, ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായ BJPക്ക് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ആ ആം ആദ്മി പാർട്ടി വികാരം അല്ലെങ്കിൽ കെജ്രിവാളിന് അനുകൂലമായ വികാരം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്താൽ അതിനൊപ്പം കോൺഗ്രസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ സഖ്യത്തിന് അത്ഭുതം കാട്ടാനുള്ള സാധ്യത, രാഷ്ട്രീയ സാഹചര്യം അവിടെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ശരി, എന്തായാലും 2024 ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മൾ ചെറിയ